ഹലോ. എപ്പോഴെത്തി? ഞങ്ങളിതാ ഇപ്പൊ എത്തിയതേ ഉള്ളൂ. വർമ്മ സാർ എവിടെ? അച്ഛൻ വരും, നിങ്ങൾ അകത്തേക്ക് ഇരിക്കേ. ഓറഞ്ച്. വിഷ്ണു, ഈ ചോദ്യം ഇന്ന് മുഴുവൻ കേൾക്കേണ്ടി വരും. അതെ, അതിനെന്ത് മറുപടി നൽകും? സത്യം പറഞ്ഞേക്കണം. എന്ത് സത്യം? അച്ഛൻ ബിസിനസ് ആവശ്യത്തിന് വേണ്ടി അമേരിക്കയിൽ പോയതാണെന്നും വിചാരിച്ചതുപോലെ ഫ്ലൈറ്റ് കിട്ടാത്തതുകൊണ്ട് എത്തിപ്പെടാൻ പറ്റിയില്ലെന്നും. അമേരിക്കയില്? അച്ഛൻ അമേരിക്കയിലാണെന്നോ? അതെ. എന്നിട്ടെന്താ എന്നോട് പറഞ്ഞില്ല? മോളെ വിഷമിപ്പിക്കണ്ടെന്ന് കരുതിയാ. ഇങ്ങനൊരവസരത്തിൽ അച്ഛൻ മാറി നിൽക്കുമ്പോ നിനക്ക് വിഷമം തോന്നുമല്ലോ എന്ന് കരുതിയാ. പെട്ടെന്ന് റെഡിയാവാ, മുഹൂർത്തത്തിന് സമയാവും. വാ മോളെ. ഹലോ വിഷ്ണു സാർ, മാഡം വർമ്മ സാറിനെ കണ്ടില്ലല്ലോ. അച്ഛൻ അത്യാവശ്യമായിട്ടൊരു ബിസിനസ് ടൂറിന് പോയിരിക്കുക. ഫ്ലൈറ്റ് മിസ്സായത് കാരണം എത്തിപ്പെടാൻ പറ്റിയില്ല. അതിനെന്താ, എല്ലാ കാര്യങ്ങളും ഭംഗിയായി നടത്താൻ വിഷ്ണു സാർ തന്നെ ധാരാളം. ഒരു വഴിക്ക് അവളുടെ അടുത്ത് എത്തിപ്പെടാൻ കഴിയുന്നില്ലല്ലോ. നേപ്പാളി അബ്ബാസ് തുടങ്ങിയ ഒരു വലിയ സെക്യൂരിറ്റി നിര തന്നെ ഉണ്ട് നമുക്ക് ചുറ്റും. ഈ ഡ്രസ്സാണ് കുഴപ്പം. ഇത് ഇട്ടുകൊണ്ട് അവളുടെ അടുത്ത് എത്താൻ കഴിയില്ല. ഇനിയിപ്പോ നമ്മൾ എന്ത് ചെയ്യും? എത്രയും വേഗം എന്തെങ്കിലും ചെയ്തേ പറ്റൂ. ഇനിയും വൈകിയ മീരയുടെ കഴുത്തിൽ അവന്റെ മരണമാല വീഴും. എന്ത് ത്യാഗം സഹിച്ചും ഈ വിവരം അവളെ അറിയിച്ചേ പറ്റൂ. നേരിട്ട് കാണാൻ കഴിഞ്ഞില്ലെങ്കിലും ഈ ഗിഫ്റ്റ് ഇത് ഞാൻ അവളുടെ കയ്യിലെത്തിക്കും. ഗിഫ്റ്റ് കൊടുക്കാനാണോ നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് ഇവിടെ വന്നത്? നീ പാറുവിനെ കുറിച്ച് എന്താ കരുതിയേ? നവദമ്പതികൾക്ക് വിവാഹാശംസകൾ നേർന്നുകൊണ്ടുള്ള പലഹാര പൊതിയാണ് ഇതിനകത്തെന്ന് കരുതിയോ നീ? പിന്നെ എടി, ഇതിനകത്ത് അവന്റെ ജാതകമാ. ജാതകോ? അതെ, വിഷ്ണുവർദ്ധനെ അടക്കം ചെയ്യാനുള്ള അവന്റെ തോന്നിവാസങ്ങളുടെ ചരിത്രരേഖ. നമുക്ക് മീരെ കാണാൻ കഴിഞ്ഞില്ലെങ്കിലും ഈ ഗിഫ്റ്റ് അവളെ ഏൽപ്പിക്കാൻ കഴിയണം. പാറു, ഞാൻ മീരെ കാണും. ഇല്ലെങ്കിൽ എങ്ങനെയെങ്കിലും ഈ സമ്മാനം അവളുടെ കയ്യിലെത്തിക്കും. ഇതവളുടെ കയ്യിലെത്തിക്കാൻ കഴിഞ്ഞാൽ അത് മാത്രം മതി. പിന്നെ നമ്മൾ ജയിച്ചു. എന്തായാലും അതിനു വേണ്ടി ജീവൻ പോയാലും പാറു അത് ചെയ്തിരിക്കും. സൂക്ഷിക്കണം, അപകടമാണെന്നൊന്നും പറഞ്ഞ് നേരം കളയാനില്ല. ഒന്നെങ്കിൽ മീരെ കണ്ട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുക, അല്ലെങ്കിൽ ഈ ഗിഫ്റ്റ് അവളുടെ കയ്യിലെത്തിക്കുക. ഇതിലേതെങ്കിലും ഒന്ന് എത്രയും വേഗം നടന്നേ പറ്റൂ. അതിനുവേണ്ടി പിടിക്കപ്പെടുമെങ്കിൽ പിടിക്കപ്പെടട്ടെ. ഇനി നമ്മൾ ഒന്നിച്ച് നീങ്ങുന്നത് അപകട. നമ്മള് പിരിയ. പാറു, ലക്ഷ്യത്തിലെത്താൻ വേണ്ടി ഓറഞ്ചും പാറുവും രണ്ടു വഴിക്ക് പിരിയുന്നു. മീരെ കാര്യം ധരിപ്പിക്കുന്നവരെ ഇനി നമ്മൾ കാണില്ല. പാറു, നീ ഒറ്റയ്ക്ക് സംസാരിച്ച് നിൽക്കാൻ സമയമില്ല. വേഗം വേണം. പാറു, നിനക്ക് പേടിയുണ്ടോ? പേടിയോ? എനിക്കിപ്പോ തന്നെ അവളെ കാണാൻ ധൃതിയായി.